ഇന്നത്തെ പുതിയ ക്ലാസ് അതിൽ വിഷയം എന്ന് പറഞ്ഞത് ഈ നട്ട് പിടിപ്പിച്ച തൈ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഈ ഡേറ്റുകളിൽ നമുക്ക് ജൂൺ 11 ഒരു ഡേറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുന്നേയും ജൂൺ 11 തൊട്ടൊരു കുറച്ച് ദിവസമൊക്കെ ഇതിനെ മാറ്റി നടാം. അതായത് ഡേറ്റ് വൈകിയാലും മുന്നേ ആയാലും കുഴപ്പമില്ല, പക്ഷെ അതിനനുസരിച്ച് പ്രൂണിങ്ങും വളപ്രയോഗം മാറ്റണം എന്നുള്ളൂ. ഇന്ന് പറയുന്ന ക്ലാസ് എപ്പോഴായാലും നട്ടുപിടിപ്പിച്ച ആളുകൾക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ജൂൺ 11 മുന്നേ നട്ട ആളുകൾക്കും ജൂൺ 11 ശേഷം വല്ലാതെ വൈകാതെ നട്ട ആളുകളും എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ചെറുതായിട്ടൊരു അടിവളം കൊടുത്തു, ചെറുതായിട്ടിപ്പോൾ കമ്പോസ്റ്റോ ചാണകപ്പൊടി എന്തെങ്കിലും ഒരു അടിവളം കൊടുത്തിട്ട് നമ്മൾ ചെയ്തു, തൈ നട്ടിട്ട് 3 ദിവസത്തെ ഇടവേളകളിൽ നിങ്ങൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് ഒഴിക്കണം. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അരിച്ചെടുത്ത വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് ഇത് ചെടിയുടെ മേലെ തളിച്ചു കൊടുക്കണം എന്നാണ് പറയുക. ഈ തളിച്ചു കൊടുക്കുന്നത് ഒരിക്കലും വൈകുന്നേരം ആവാതെ രാവിലെ സമയം. ഇത് കടലപ്പിണ്ണാക്ക് തന്നെ നൈട്രജൻ കണ്ടന്റ് കൂടിയാണ്. അതിലൊരു ലേശം ചാണകത്തിൻ്റെ ഒരു ഉണ്ട ചാണകത്തിൽ ചേർക്കാം, പിന്നെ പയറുപൊടി ചേർക്കാം, അങ്ങനെ പല നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങൾ ജൈവവളങ്ങളെല്ലാം വേണമെങ്കിൽ ഇപ്പോൾ പിണ്ണാക്കടക്കം ഒരു ഡ്രമ്മിലിട്ടിട്ട് വെള്ളമാക്കിയിട്ട് കടലപ്പിണ്ണാക്കും എല്ലാം കൂടിയിട്ടിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അത് ഇലകളുടെ മുകളിലൂടെ തളിച്ചു കൊടുക്കുക രാവിലെ സമയത്ത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പരിപോഷണം. രണ്ടാമത്തെ പരിപോഷണം എന്ന് പറയുന്നത് ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാത്ത ദിവസങ്ങളിൽ 4 ദിവസത്തെയോ 5 ദിവസത്തെയോ ഇടവേളകളിൽ നിങ്ങളുടെ ചെടിക്ക് ഗ്രോത്ത് ആവുന്നില്ല എന്ന് തോന്നൽ വരികയാണെങ്കിൽ, അതായത് അടഞ്ഞ മഴ നിൽക്കുകയാണെങ്കിൽ ഗ്രോത്ത് ആവുന്നില്ല തോന്നുകയാണെങ്കിൽ 30-10-10 1 സ്പൂൺ 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് വെളിച്ചമുള്ള സമയത്ത്, വെയിലുള്ള സമയത്ത് ഇലകളുടെ മേലെ സ്പ്രേ ചെയ്യാം. മഴയില്ലാത്ത സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയില്ലേ, പല ആൾക്കാർ എന്തിനാ അടുപ്പിച്ചെടുക്കുന്നത്. ഇന്ന് നിങ്ങൾ സ്പ്രേ ചെയ്ത് അപ്പം 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ മഴ പെയ്തു, ആ ചെടി അത് വലിച്ചെടുക്കാനുള്ളൊരു ടൈം കിട്ടണതിൻ്റെ മുന്നേ മഴ പെയ്തു പോയെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, അടുത്തൊരു ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന വേണം. അല്ല ഇന്നും അടിച്ചു മഴ പെയ്തു പക്ഷെ ഞാൻ അടിച്ചില്ലേ എന്ന് പറഞ്ഞിരിക്കുക. പല സാഹചര്യത്തിലും അങ്ങനെ ആളുകൾ പറയാറുണ്ട്, ഞങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷെ ഗ്രോത്ത് വരുന്നില്ല. ഗ്രോത്ത് വരാത്തതിന് പല കാരണങ്ങളും ഉണ്ടാവാം കേട്ടോ. ഒന്ന്, നമ്മൾ അടിവളം കൊടുത്തത്, അടിവളം അവിടെ ശരിക്കും കമ്പോസ്റ്റ് ആവാതെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ നടക്കുന്നതായിരിക്കാം. അതുകൊണ്ട് നല്ല കമ്പോസ്റ്റ് തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചത് ശരിക്കും പുളിച്ചിട്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന 30-10-10 മഴ ഉള്ള സമയത്ത് അടിച്ചതായിരിക്കും. അപ്പോൾ ഇടവിട്ട് നൈട്രജൻ വളങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക, ഓവർ ആവരുത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളൊരു കുറച്ച് ഗ്രാം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പല തവണയായിട്ട് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഡെയിലി കുറേ വളം കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം ഇത് ഒരു കെയർ ചെയ്യുക. ഇങ്ങനെ കെയർ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഗ്രോ ബാഗിലാണെങ്കിൽ പ്രശ്നമില്ല, നിലത്ത് കുഴിച്ചിട്ട ആളുകൾക്ക് ഈ മണ്ണിലേക്ക് ശക്തമായ മഴ പെയ്ത് ആ മണ്ണ് തെറിച്ചിട്ട് ഇതിൻ്റെ ഇലയുടെ അടിഭാഗത്തേക്കൊക്കെ തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചില ആളുകൾ കാണാം, വളം അടിയിലിടാനതിന് പകരം മേലേക്ക് വെതറിങ്ങനെ പോകും. ഈ വളം വരമ്പിൻ്റെ മുകളിൽ വെതറിപ്പോയ ആളുകൾക്ക് മഴ പെയ്യുമ്പോൾ ഈ വളത്തിൻ്റെ മേലേക്ക് മഴത്തുള്ളികൾ തട്ടിയിട്ട് അത് തെറിച്ച് ഇലയുടെ അടിയിൽ വന്നിട്ട് ഫംഗസ് ഉണ്ടാവും. അത് വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും വളം വെറുതെ വെതറിപ്പോകും. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ്റെ മരുന്നായ സാഫ് കലക്കിയിട്ട് ചെടികളുടെ ഇലയുടെ അടിഭാഗത്തും ആ തണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ലൈറ്റായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ സുഡോമോണസ് ആണെങ്കിൽ സുഡോമോണസ് ഒന്ന് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന ഒരു മാർഗം. ഇപ്പം നമുക്ക് വേണ്ടത്, നിങ്ങൾ എന്നാണോ തൈ നട്ടത് അന്ന് മുതൽ നല്ല ഗ്രോത്താണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ സിസ്റ്റത്തിൽ പറയും, തൈ നട്ട് 10-ാം ദിവസം തലമുറിക്കുക എന്ന് പറയും. അപ്പോൾ എന്ന് നട്ടാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ 5-ാം തീയതി നട്ട ആൾക്ക് 15-ാം തീയതി ആകുമ്പോൾ തലമുറിക്കണം. ഞാൻ തലമുറിക്കണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഗ്രോത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തൈ നട്ടിട്ട് അത്രയും ദിവസം, ഒരു 10 ദിവസം അല്ലെങ്കിൽ 10 എന്ന് കറക്റ്റ് ഒന്നുമില്ല, 10, 12, 15 ദിവസത്തിലായാലും കുഴപ്പമില്ല, ആ കറക്റ്റ് ദിവസങ്ങളിലായിട്ട് വളം കൊടുത്ത് നല്ല രീതിയിൽ ചെയ്യുക. ഇനി നിങ്ങൾ തൈ നട്ടിട്ട് ഇപ്പോൾ ഈ നമ്മൾ കൊടുത്ത വളം തന്നെ ഒന്ന് അടിവളം കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പൊടിവളങ്ങളായിട്ട് ഇപ്പോൾ കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, ഇങ്ങനത്തെ പൊടിവളങ്ങൾ, കോഴിക്കാഷ്ടം സാധനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത്, കോഴിക്കാഷ്ടം ഇതിൽ മിക്സ് ചെയ്യരുത്, കോഴിക്കാഷ്ടം ഒഴികെയുള്ള മറ്റു ജൈവവളങ്ങളെല്ലാം മിക്സ് ചെയ്തതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിലോ, അപ്പോഴേക്കും വേരൊക്കെ പടരാൻ തുടങ്ങിയിട്ടുണ്ടോ, 10 ദിവസത്തിൻ്റെ ഉള്ളിലോ ഏത് വളം ഇടുകയാണെങ്കിലും ചെടിയുടെ ചുവട്ടിൽ നിന്നും
15 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു കമ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കയ്യിലോ സ്പൂൺ എന്തെങ്കിലും പഴയ സാധനം ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു ചാല് പോലെ ചെറുതായിട്ട് ഉണ്ടാക്കുക. നിങ്ങൾ അതിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ പൊടിവളങ്ങൾ ഇടുക. പൊടിവളം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മണ്ണൊന്ന് ചെത്തി അതിൻ്റെ മേലേക്ക് നിക്ഷേപിക്കുക. ഇതാണ് ഈ ഓപ്പൺ സ്പേസിൽ വരമ്പ് പോലുള്ള സ്ഥലങ്ങളിലോ പറമ്പിലൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. ഗ്രോ ബാഗിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് പൊടിവളം എടുത്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു കുഴപ്പവും വരുന്നില്ല. വളരെ കുറച്ച് പൊടിവളം എടുക്കുക. എന്തിനാ അറിയോ ഞാൻ അത് പോണത്, ഡെയിലി നിങ്ങൾ ഈ ചെടിയുടെ അടുത്തേക്ക് ഒന്ന് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഡെയിലി എന്തെങ്കിലും ഒരു വളം ചെറിയ തോതിൽ എത്തിക്കോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വളർത്തു ഈ ഗ്രോ ബാഗിലോ ചട്ടിയുടെ അരികിലിട്ടു ഒന്ന് ഇളക്കി കൊടുത്തു. മഴ പെയ്യുമ്പോൾ അത് താനെ അതിലേക്ക് അലിഞ്ഞോളും. അത് തൈ നട്ട് ശേഷം ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു തവണയായിട്ടോ പിന്നെ ഇടവിട്ട് ഓരോ തവണയും നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൽ വെണ്ണീർ പോലത്തെ പൊട്ടാഷ് പോലത്തെ ഒന്നും ഇപ്പം ചേർക്കരുത് എന്ന് മാത്രമേ ശ്രദ്ധിക്കാനുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ പൊടിവളങ്ങൾ എന്തുണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും കടലപ്പിണ്ണാക്ക് ഇതിൽ പൊടിച്ച് ചേർക്കരുത്, ഉറുമ്പ് വരും. മറ്റെന്ത് പിണ്ണാക്കുകൾ കിട്ടുമോ ഇതിനൊന്നും കോസ്റ്റ് ചിലവാക്കാണ്ടാണ് നമ്മൾ രാസവളം ജൈവവളം മിക്സ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന സാധനം, കരിയില കമ്പോസ്റ്റ്, ഇല പൊടിഞ്ഞത്, ചകിരി കമ്പോസ്റ്റ് ഇടാൻ പറ്റുമോ എന്നൊരു ചോദ്യം അടുത്ത ആൾ ചോദിക്കും. ചകിരി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറും ചാണകവും അല്ലെങ്കിൽ മറ്റു വളങ്ങളും മിക്സ് ചെയ്ത് കമ്പോസ്റ്റ് ആക്കിയതാണെങ്കിൽ കുഴപ്പമില്ല. വെറും ചകിരിച്ചോറ് എടുത്തിട്ട് നിങ്ങൾ പിന്നെ നനഞ്ഞ ചകിരിച്ചോറ് എടുത്തിട്ട് ചെടിയുടെ കടക്കിൽ കൊണ്ടിട്ടാൽ അതിലെ ലിഗ്നിൻ എന്ന് പറയുന്ന കെമിക്കൽ ഇതിലേക്ക് ഒഴുകി ചെന്നിട്ട് ചെടി നാശാക്കും. അപ്പോൾ ചകിരിച്ചോറ് നേരെ ഇതിൻ്റെ കടക്കിൽ കൊണ്ടിടരുത് എന്ന് എൻ്റെ റിക്വസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പൊടിവളങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൊടുക്കാം. ഇനി ഈ എന്താ പറയുക, മുഴുവൻ പ്രോസസ്സ് ആവാത്ത പച്ച ചാണകം നിങ്ങളുടെ കയ്യിൽ പച്ച ചാണകം ഉണ്ട്, അതേപോലെ കോഴിക്കാഷ്ടം, ഇത് രണ്ടും പച്ചച്ചാണകമല്ല, കോഴിക്കാഷ്ടം കൂടുതൽ അവിടെ കിടന്ന് ചൂട് പിടിക്കുന്നത്, അവിടെ കമ്പോസ്റ്റ് ആവുന്നത്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കരിയില കമ്പോസ്റ്റ് ആവാത്ത സാധനമാണ് കിടക്കുന്നത് വെച്ചാൽ 2 ചെടികളുടെ ഇടയിലുള്ള ഗ്യാപ്പ് ഇല്ലേ, അത് അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കുഴി കുത്തിയിട്ട് നമ്മൾ ഈ വളം എന്താണോ നമ്മളടുത്ത് കോഴിക്കഷ്ണം പോലത്തെ വളം മറ്റെന്തെങ്കിലും വളം ഉണ്ടെങ്കിൽ അത് ആ കുഴിയിലിട്ട് വയ്ക്കുക. എന്നിട്ട് മണ്ണിട്ട് മൂടി വയ്ക്കുക. അത് അവിടെ കിടന്ന് കമ്പോസ്റ്റ് ആവും. ഒരിക്കലും ചെടിയുടെ കടക്കിലാവരുത് കേട്ടോ. ചെടിയുടെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെ സ്ഥലത്ത് ഒരു കുഴി കുത്തി അതിൽ ഇപ്പോൾ വരമ്പുണ്ടാക്കുന്ന ആളുകൾക്ക് വരമ്പുണ്ടാക്കുന്ന ആളുകൾക്ക് എങ്ങനെയാ വെച്ചാൽ 2 അടി വരമ്പുണ്ടാക്കിയിട്ട് 2 അടി വീതിയുള്ള വരമ്പുണ്ടാക്കി അതിലിങ്ങനെ 40 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഗ്യാപ്പിൽ ചെടി വെച്ചു. പിന്നെ ഒരു 2 അടി ഗ്യാപ്പാണ് നടക്കാൻ കൊടുത്തിട്ട്, അല്ലെങ്കിൽ 1.5 അടി ഗ്യാപ്പ് കൊടുത്ത് വീണ്ടും 2 അടി ഒരു വരമ്പുണ്ടാക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വരമ്പിലെ പല സ്ഥലത്തായിട്ട് പോക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട്, ചെറിയ കുഴികൾ എന്ന് പറയും, പോക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഈ വളങ്ങൾ അതിൽ നിക്ഷേപിച്ച് മണ്ണിട്ട് മൂടി വയ്ക്കാം. അത് മെല്ലെ അവിടെ കിടന്ന് കമ്പോസ്റ്റ് ആകുമ്പോഴേക്കും ചെടിയുടെ അടുത്തേക്ക് ഒരിക്കലും ചൂട് വരുന്നില്ല. അത് കമ്പോസ്റ്റായി സെറ്റ് ആകുമ്പോഴേക്കും നമ്മളെ ചെടിയുടെ വേറെ ആ ഭാഗത്തേക്ക് എത്തിക്കോളും. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ തൈ നട്ടു അല്ലെങ്കിൽ ഇന്നൊക്കെ ആയിട്ട് തൈ നടുന്ന ആളുകൾ ഇനി തൈ നട്ട് 10 ദിവസം ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. നിർബന്ധമായും കടലപ്പിണ്ണാക്കോ 30-10 LMS സ്പ്രേ ചെയ്ത് കൊടുക്കാം. 30-10 ഒരു തവണ സ്പ്രേ ചെയ്താൽ മതി. കടലപ്പിണ്ണാക്ക് 3 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്യുള്ളൂ. ചെടി ഇങ്ങോട്ട് തഴച്ച് വളരട്ടെ. അപ്പോൾ ഇനിയുള്ള കുറച്ച് കാലത്തേക്കുള്ള വീഡിയോ ആയി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ടൈം ഇൻ്റർവെൽ കൃത്യം പറഞ്ഞു തരും. നിങ്ങൾ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഇത് വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് കുറേ പറയാനുണ്ട്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുക. നാളത്തെ വീഡിയോയിൽ ടൈം ഇൻ്റർവെൽ നമ്മൾ ഏത് സമയത്ത് തലമുറിക്കണം, എത്ര ദിവസം കഴിഞ്ഞ് മുന്നോട്ട് പോകണം, എപ്പോൾ ഫസ്റ്റ് മുട്ട് കാണുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയും. പിന്നുള്ളത് അതിൻ്റെ കെയറിങ്ങാണ്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു എല്ലാം നമ്മളെ കയ്യിൽ ഇതുണ്ട് സെറ്റായിട്ട് പൂവിടണമെന്നല്ല. സൂര്യപ്രകാശം, കാലാവസ്ഥ, അതായത് വെളിച്ചവും മഴയും വലിയൊരു ഘടകമാണ്. രണ്ടാമത് നമ്മൾ മണ്ണ് പരിശോധിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അതുപോലെ മണ്ണിലുള്ള വളങ്ങൾ കൂടിയാലും കുറഞ്ഞാലും പൂവിടലിൻ്റെ സമയം കൂടും കുറയും, പൂവിൻ്റെ അളവ് വ്യത്യാസം വരും. എന്നാലും നമുക്ക് മാക്സിമം രീതിയിൽ പരിചരിച്ചിട്ട് നല്ലോണം പൂടിപ്പിക്കുക എന്നാണ് നോക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഞാൻ എടുക്കുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, വളരെ കുറച്ച് ആളെ ഈ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഈ ചെണ്ടുമല്ലി വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങളെ കൂട്ടുകാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അതുപോലെ ചെണ്ടുമല്ലി കൃഷി ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിൽ എല്ലാ വീഡിയോൻ്റെ താഴെ എഴുതണമെന്ന് പറയുന്നില്ല. ചെണ്ടുമല്ലി ഗ്രൂപ്പിലെ അംഗമാണ് എന്ന് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ നമ്മളെ ഗ്രൂപ്പിലെ അംഗം തന്നെയാണ് ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാവും. വളരെ സന്തോഷം. താങ്ക് യു.